ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ബയോളജിയാണ് എടുക്കാൻ പോണത്. ബയോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 15ാമത്തെ ചാപ്റ്ററാണ് സർക്കുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഹാർട്ടും അതോടൊപ്പം എന്താണ് ബ്ലഡ് സിസ്റ്റവും ഹാർട്ടും കൂടെ ചേർന്നാണ് എന്ത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് ഹാർട്ടാണ്. ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? പലതരത്തിലുള്ള പദാർത്ഥ സംവഹനം നടത്തുന്നത് ബ്ലഡാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഹാർട്ടിനെ കുറിച്ച് നോക്കാം. ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ ഔരസാശയത്തിൽ 2 ലങ്സുകൾക്കിടയിൽ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് ഇരിക്കുന്നത്. ഒരാളുടെ ഹാർട്ട് എന്ന് പറയുന്ന അയാളുടെ ഫീസ്റ്റിൻ്റെ, അതായത് മുഷ്ടിയുടെ വലുപ്പമാണ് അയാളുടെ ഹാർട്ടിനുള്ളത്. നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന കാലം മുതൽ നമ്മൾ മരിക്കുന്നത് വരെ എന്താണ് ഈ ഹാർട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്രമമില്ലാത്ത പേശികളാണ് ഹാർട്ട് മസിൽസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഹാർട്ടിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന മെംബ്രെയിനാണ് പെരികാർഡിയം. ഈ പെരികാർഡിയൽ മെംബ്രെയിനും ഹാർട്ടിനും ഇടയിലുള്ള സ്പേസിൽ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം കുറയ്ക്കുക എന്നുള്ളതാണ് ആ ഫ്ലൂയിഡിൻ്റെ മെയിൻ ഫങ്ഷൻ. ഇനി ഹ്യൂമൻ ഹാർട്ടിന് 4 ചാമ്പേഴ്സാണുള്ളത്, 4 അറകളാണുള്ളത്. മുകളിലുള്ള അറകളുടെ പേരാണ് ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾ. താഴെയുള്ള അറയുടെ പേരാണ് വെൻട്രിക്കിൾ. മുകളിലെ ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾ, താഴെ വെൻട്രിക്കിൾ. അത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉണ്ട്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇനി ഇതാണ് ഹാർട്ടിൻ്റെ ഒരു ഏകദേശ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഏട്രിയങ്ങൾക്കും അതേപോലെ വെൻട്രിക്കിളുകളെയും വേർതിരിച്ചുകൊണ്ട് വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. വാൽവുകൾ എന്ന് പറയുന്നത് വെൻട്രിക്കിളിലേക്ക് പോയിട്ടുള്ള ബ്ലഡ് തിരിച്ച് ഏട്രിയങ്ങളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് സൈഡിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്, ലെഫ്റ്റ് സൈഡിലുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും. ഇങ്ങനെയാണ് 4 അറകളും വാൽവുകളും കാര്യങ്ങളൊക്കെ. ഇനി ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് എപ്പോഴും എന്താണ്? ഇംപ്യുവർ ബ്ലഡാണ്. ഇംപ്യുവർ ബ്ലഡ് എന്ന് പറയുമ്പോൾ അഴുക്കുകളുള്ള ബ്ലഡ് എന്നല്ല അർത്ഥം. എന്താണ്? ഓക്സിജൻ്റെ അളവ് കുറവുള്ള ബ്ലഡ്, അതാണ് ഇംപ്യുവർ ബ്ലഡ്. നമ്മുടെ റൈറ്റ് സൈഡിൽ എപ്പോഴും ഇംപ്യുവർ ബ്ലഡാണ്, ലെഫ്റ്റ് സൈഡിൽ പ്യുവർ ബ്ലഡാണ്, അതായത് ഓക്സിജൻ്റെ അളവ് കൂടുതലുള്ള ബ്ലഡാണ്. ഒരിക്കലും ഈ 2 ബ്ലഡുകൾ തമ്മിൽ ഇങ്ങനെ കൂടി കലരില്ല. ഇനി ഹൃദയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന കുഴലുകളാണ് വെയിൻസ്. ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളാണ് ആർട്ടറി. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് വെയിൻസ്, ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നത് ആർട്ടറീസ്. ആർട്ടറീസിന് വെയിൻസിനും കൂടെ കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകളെയാണ് നമ്മൾ ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് എന്ന് പറയാം. ഇനി ഒരേ സമയത്താണ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള ചാമ്പേഴ്സിൽ കാര്യങ്ങൾ നടക്കാം. അതായത് ഒരേ സമയത്ത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വീനക്കാവ ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരും. വീനക്കാവ എന്ന് പറയുന്നത് ലാർജസ്റ്റ് വെയിനാണ്. അതേസമയം തന്നെ ലങ്സിൽ നിന്നും പൾമണറി വെയിൻ ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇംപ്യുവർ ബ്ലഡിനെ വീനക്കാവ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരും. ലങ്സിൽ നിന്നും പ്യുവർ ബ്ലഡിനെ ലങ്സിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ കളഞ്ഞ് ഓക്സിജനെ കയറ്റിയിട്ടുള്ള പ്യുവർ ബ്ലഡിനെ എവിടെ കൊണ്ടുവരും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരും. ഏട്രിയങ്ങൾ നിറയുമ്പോൾ അവരിങ്ങനെ കൺട്രാക്റ്റ് ചെയ്യും. ഏട്രിയം കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും തുറന്നിട്ട് ബ്ലഡ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളുകളിലേക്ക് ഒഴുകും. ആ ഒഴുകി കഴിയുമ്പോൾ എന്താണ്? ഏട്രിയങ്ങൾ പൂർവ്വസ്ഥിതിയിലാവും, വാൽവുകൾ അടയും. ഇനി വെൻട്രിക്കിളുകൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻട്രിക്കിളുകൾ അത് കഴിയുമ്പോൾ കൺട്രാക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. വെൻട്രിക്കിളുകൾ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇംപ്യുവർ ബ്ലഡിനെ പൾമണറി ആർട്ടറി ലങ്സിലേക്ക് കൊണ്ടുപോകും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പ്യുവർ ബ്ലഡിനെ അയോട്ട ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. അയോട്ട എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആർട്ടറിയാണ്.
അപ്പോൾ നമ്മൾ പറയുമ്പോൾ 2 സ്റ്റെപ്പായിട്ട് പറഞ്ഞ് കൂടി ഏട്രിയംസും വെൻട്രിക്കിൾസും ഒരുമിച്ചാണ് കൺട്രാക്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഹാർട്ടിൻ്റെ ചാമ്പേഴ്സിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും പറഞ്ഞല്ലോ. ഹാർട്ടിൻ്റെ ചാമ്പേഴ്സ് കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിലാക്സ് ചെയ്യുമ്പോഴും ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ. റിലാക്സ് ചെയ്യുമ്പോഴുള്ള പ്രഷറാണ് ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. ആ കൺട്രാക്റ്റ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റോളി എന്ന് പറയുക, റിലാക്സ് ചെയ്യുന്നതിനെയാണ് ഡയാസ്റ്റോളി എന്ന് പറയുന്നത്. ഇനി സിസ്റ്റോളിക് പ്രഷർ 120 ആണ്, ഡയാസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ നോർമലായിട്ട് ഒരാളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണ്. ഇതിനേക്കാളും കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ, കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. പിന്നെ ഒരാളുടെ ഹാർട്ട് ഒരു വട്ടം കൺട്രാക്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, അതിനാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുക. ഒരു കൺട്രാക്ഷൻ ആൻഡ് ഒരു റിലാക്സേഷൻ, അതാണ് ഒരു ഹാർട്ട് ബീറ്റ്. അതിന് 0.8 സെക്കൻഡ് ആവശ്യമാണ്. 1 മിനിറ്റിൽ ഒരാളുടെ ഹൃദയം, ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ഹൃദയം 72 ടൈംസ് ഇങ്ങനെ ബീറ്റ് ചെയ്യും. ഹാർട്ട് ബീറ്റുകൾ റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പോൾ ECGയുടെ ഒക്കെ ഫുൾ ഫോം പഠിക്കണം. ECGയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ബ്ലഡാണ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലഡിന് 2 പാർട്ട് ഉണ്ട്. ഒരു ഫ്ലൂയിഡ് പാർട്ടുണ്ട്, പിന്നെ ബ്ലഡിൻ്റെ സെല്ലുലാർ കമ്പോണൻസും ഉണ്ട്. ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ടാണ് എന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. സെല്ലുലാർ കമ്പോണൻസ് പറയുന്നത് 3 ടൈപ്പ് സെൽസ് ആണുള്ളത്. RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്, അതിലുള്ള രക്താണുക്കൾ. രണ്ടാമത്തത് WBC വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾ. മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റ്സ്. ഇതാണ് ബ്ലഡിലെ കമ്പോണൻസ്. ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുമ്പോൾ വാട്ടറും പ്രോട്ടീൻസും ഉണ്ട്. പ്ലാസ്മ പ്രോട്ടീനുകളുടെ പേര് മാത്രം ഓർത്ത് വയ്ക്കുക. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇനി ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. SA നോഡ് എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് ഫസ്റ്റ്. SA നോഡ് എന്ന് പറഞ്ഞൊരു പേസ് മേക്കറാണ്. അത് ഫസ്റ്റ് നമ്മുടെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ഭിത്തിയിലുള്ള SA നോഡ് എന്ന് പറയുന്ന ഒരു പ്ലേസിൽ നിന്നാണ്. ഈ SA നോഡുകൾക്ക് നമ്മൾ നാശങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ കേടുപാടുകൾ വരാം. അപ്പോൾ അപ്പോഴാണ് നമ്മൾ പേസ് മേക്കർ വയ്ക്കുന്നത്, ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വയ്ക്കുന്നത്. ഇനി ബ്ലഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ബ്ലഡ് ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഏത് ആൻറ്റിജനാണോ ഉള്ളത് അതാണ് അയാളുടെ ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് 4 ബ്ലഡ് ഗ്രൂപ്പാണ് കണ്ടിട്ടുള്ളത് കോമൺലി. റയർ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അല്ലാതെ ബ്ലഡ് ഗ്രൂപ്പ് A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. ABO അങ്ങനെ 4 ഗ്രൂപ്പുകളാണുള്ളത്. A എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പുള്ള ആളുടെ ബ്ലഡിൽ A എന്ന് പറയുന്ന ആൻറ്റിജൻ ഉണ്ടായിരിക്കും. A എന്നുള്ള ആൻറ്റിജൻ ആണെങ്കിൽ ആളുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് B ആയിരിക്കും, സ്മോൾ ലെറ്റർ B ആയിരിക്കും. ഇനി B എന്നാണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ B ആൻറ്റിജനാണ്, അതേപോലെ A ആൻറ്റിബോഡിയാണ്. AB എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ 2 ആൻറ്റിജൻസ് ഉണ്ട്. A ആൻറ്റിജനുണ്ട്, B ആൻറ്റിജനുണ്ട്. അയാളുടെ ബ്ലഡിൽ ആൻറ്റിബോഡീസ് ഇല്ല. കാരണം ആൻറ്റിജനും ആൻറ്റിബോഡീസും സെയിം ടൈപ്പ് ആൻറ്റിജനും ആൻറ്റിബോഡീസും വന്നു കഴിഞ്ഞാൽ അവർ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്താണ്, രക്തക്കട്ടകൾ രൂപപ്പെടുത്തും. അതുകൊണ്ട് തന്നെ AB എന്ന് പറയുന്ന ആൻറ്റിബോഡീസ് ഇല്ല. കാരണം ഏത് ആൻറ്റിബോഡി വന്നാലും അതിന് ചേരുന്ന ആൻറ്റിജനായിട്ട് അവർ രക്തക്കട്ടകൾ പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എന്താണ്, അവർക്ക് ആൻറ്റിബോഡീസ് ഇല്ല. അതേപോലെ തന്നെ O എന്ന ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആൻറ്റിജൻസ് ആബ്സെൻ്റ് ആണ്, ഒരു ആൻറ്റിജനും ഇല്ല. അവരുടെ ബ്ലഡിൽ Aയും Bയും ആൻറ്റിബോഡീസ് ഉണ്ട്. സ്മോൾ ലെറ്റർ A ആൻഡ് സ്മോൾ ലെറ്റർ B ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചേരാത്ത ബ്ലഡുകൾ തമ്മിൽ ചേരുമ്പോൾ, ഇപ്പോൾ എൻ്റെ A ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് B ബ്ലഡ് ഗ്രൂപ്പ് കയറ്റാണ്. അങ്ങനെയാവുന്ന സമയത്ത് എൻ്റെ Aയിലുള്ള ക്യാപിറ്റൽ A എന്ന് പറയുന്ന ആൻറ്റിജനും അയാളുടെ Bയിലുള്ള സ്മോൾ ലെറ്റർ A എന്ന് പറയുന്ന ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് രക്തക്കട്ടകൾ രൂപപ്പെടുത്തും. ആ രക്തക്കട്ടകൾ രൂപപ്പെടുന്ന പ്രോസസ്സിനെയാണ് ക്ലംപിംഗ് അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. ക്ലംപിംഗ് അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. AB ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയൻ എന്ന് പറയാം.
കാരണം അവർക്ക് ആൻറ്റിബോഡീസ് ഇല്ല, അതുകൊണ്ട് ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും അവർക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഓന് യൂണിവേഴ്സൽ ഡോണർ എന്നാണ് പറയാനുള്ള കാരണം എന്താണ്? അവർക്ക് ആൻറ്റിജൻസ് ഇല്ല. ഈ ബ്ലഡ് സെൽസുകൾ ഇപ്പോൾ RBC ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അതുമൂലം അതിൻ്റെ അളവുകൾ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അസുഖങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. RBCയുടെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ, നോർമൽ എമൗണ്ടിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണ് പോളിസൈത്തീമിയ. അപ്പോൾ RBCയുടെ അളവ് കുറയുന്ന അവസ്ഥേനെയാണ് അനീമിയ എന്ന് പറയുക. ഇനി WBC കൂടുന്ന അവസ്ഥയാണ് ലുക്കീമിയ, WBC കുറയുന്ന അവസ്ഥയാണ് ല്യൂക്കോപീനിയ. ഇനി ഹീമോഫീലിയ എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. അതായത് നമ്മുടെ ഹീമോഫീലിയ എന്ന് പറയുന്നത് രക്തം, നമ്മൾ സാധാരണ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലഡ് വന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് കട്ട പിടിച്ച് നിൽക്കില്ല, ബ്ലഡ് നിൽക്കും. അങ്ങനെ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് എന്ത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. ചെറിയ മുറിവിൽ നിന്നും അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്ന ഒരവസ്ഥ, അതായത് രക്തം കട്ട പിടിക്കാനുള്ള പ്രോട്ടീനുകൾ അവിടെ ആബ്സെൻ്റ് ആണ്. ഇനി ബ്ലഡ് പോലെ തന്നെ അതിന് പാരലായിട്ട് നടക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് എന്ത്? ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ലിംഫ് നോഡുകൾ, ലിംഫ് വെസൽസ്, സ്പ്ലീൻ, ഈ അവയവങ്ങൾ കൂടി ചേർന്നാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ലിംഫിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഇറ്റ് സപ്ലൈസ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി പാർട്സ് ഓഫ് ബോഡി വേർ ബ്ലഡ് കനോട്ട് റീച്ച്. ഇപ്പോൾ അതായത് ബ്ലഡ് എത്താത്ത ഭാഗങ്ങളിലേക്ക് എന്താണ് ബ്ലഡിൻ്റെ ഫങ്ഷൻസ് ചെയ്യാനായിട്ട്, ന്യൂട്രിയൻസ് ഒക്കെ സപ്ലൈ ചെയ്യാനായിട്ട് ആരാണ്? ലിംഫാണ് സഹായിക്കുന്നത്. ഡ്രെയിൻസ് അവേ എക്സസ് ടിഷ്യൂ ഫ്ലൂയിഡ് ഫ്രം എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് ആൻഡ് പവർ ബാക്ക് ഇൻ ടു ബ്ലഡ്. അതായത് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡ് കാപ്പിലറികളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയിട്ട് സെല്ലുകളിലേക്ക് ഒരു കണക്ഷൻ വയ്ക്കും. ഇതുവഴിയാണ് ബ്ലഡിലുള്ള ഓക്സിജനോ അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻസോ ഒക്കെ സെല്ലുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ എക്സ്ട്രാ ടിഷ്യൂ ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യാണ്? അവർ ലിംഫ് വെസൽസുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ടിഷ്യൂ ഫ്ലൂയിഡിൽ തന്നെയാണ് എന്ത് പറയുന്നത്? ലിംഫ് എന്ന് പറയുന്നത്. അതായത് ലിംഫിലെ ആ ഒരു ഫ്ലൂയിഡ്, ബ്ലഡിലെ ഒരു ഫ്ലൂയിഡ് പാർട്ട് നമ്മുടെ സെല്ലുകൾക്കിടയിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ അതിന് ടിഷ്യൂ ഫ്ലൂയിഡ് എന്നാണ് പറയുക. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് കാപ്പിലറീസിനെ ഈ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വന്നതിൻ്റെ കാര്യം കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് തിരിച്ച് കയറും. എല്ലാതും ബ്ലഡ് വെസൽസിലേക്കല്ല കയറുക, ചിലത് എന്താണ്? ലിംഫ് വെസൽസിലേക്കാണ് കയറുക. ലിംഫ് വെസലുകളിൽ കയറിയിട്ടുള്ള ടിഷ്യൂ ഫ്ലൂയിഡിനെയാണ് എന്ത് പറയുക? ലിംഫ് എന്ന് പറയുന്നത്. ഇനി അബ്സോർബ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫാറ്റ്സ് അബ്സോർബ് ഫ്രം ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫാറ്റിനെ, കൊഴുപ്പിനെ അബ്സോർബ് ചെയ്യുന്നത് എവിടേക്കാണ്? ബ്ലഡിലേക്കല്ല, ലിംഫിലേക്കാണ്. കളക്ട് നൈട്രോജീനസ് വേസ്റ്റ്, അമോണിയ അങ്ങനെയുള്ള നൈട്രോജീനസ് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് ലിംഫാണ്. പിന്നെ ലിംഫിൻ്റെ നോഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു WBC ആണ് ലിംഫോസൈറ്റ്സ്. ഈ ലിംഫോസൈറ്റ്സിന് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ ശേഷി നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബ്ലഡും ലിംഫും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ റെഡ് കളറാണ്, കാരണം RBCയിലുള്ള ഹീമോഗ്ലോബിനാണ് അതിന് റെഡ് കളർ കൊടുക്കുന്നത്. ഹീമോഗ്ലോബിൻ്റെ പ്രസൻസ് കൊണ്ട് റെഡ് കളറാണ്. ലിംഫ് കളർലെസ് ആണ്. ഇനി ബ്ലഡ് എന്ന് പറയുന്നത് വേഗം ഒഴുകും, റാപ്പിഡ്ലി ഫ്ലോ ചെയ്യും. പക്ഷേ ലിംഫ് എന്ന് പറയുന്നത് പതുക്കെയാണ് ഒഴുകുക. ബ്ലഡിൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ ഒക്കെ കാണുന്നുണ്ട്. ലിംഫിലാണെങ്കിലോ പ്ലാസ്മയും WBCs മാത്രം. WBC എന്ന് പറയുമ്പോൾ തന്നെ ഇത് മാത്രമേ ഉള്ളൂ? ലിംഫോസൈറ്റ് മാത്രമേ ഉള്ളൂ. WBCs 5 ടൈപ്പ് ഉണ്ട്, അതിൽ ഒരു ടൈപ്പ് മാത്രമാണ് ലിംഫിൽ കാണുന്നത്. ഇനി ബ്ലഡിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് പോകണമെന്ന് വെച്ചാൽ ഹാർട്ടിൽ നിന്ന് ആർട്ടറീസ് വഴി, കാപ്പിലറീസ് വഴി, വെയിൻസ് വഴി ഹാർട്ട്, അതിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ലിംഫ് എന്ന് പറയുമ്പോഴോ ടിഷ്യൂ സ്പേസ്, അതിൽ നിന്ന് ലിംഫ് കാപ്പിലറീസ്, ലിംഫ് വെസൽസ്, സബ്ക്ലവേഷൻ, അവിടെ നിന്ന് ചില ലിംഫിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ, പിന്നെ വെയിന്, ഹാർട്ട്, അങ്ങനെ വന്ന് വെയിനിലേക്ക് ലിംഫ് വന്ന് കയറിയിട്ട് പിന്നെ ബ്ലഡിൻ്റെ കൂടെ ഹാർട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് എന്ത്? ലിംഫിൻ്റെ ഒരു പാത്വേ എന്ന് പറയുന്നത്. ഇനി ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് കയറുമ്പോൾ, നമ്മുടെ രോഗാവസ്ഥയിലേക്ക് കാരണമാകുന്ന ഏതെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് കയറുമ്പോൾ നമുക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള നമുക്കുള്ള കഴിവ്, അതാണ് എന്ത്? ആക്ച്വലി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി നമുക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്.
നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു സവിശേഷത. ചില അസുഖങ്ങളോടൊക്കെ എന്തോരം രോഗാണുക്കൾ നമ്മൾ ചുറ്റുമുണ്ട്, പക്ഷെ നമുക്ക് എന്ത് പറ്റണില്ല, അസുഖങ്ങൾ ഉണ്ടാവുന്നില്ല. എല്ലാവർക്കും എല്ലാ അസുഖങ്ങളും ഉണ്ടാവുന്നില്ല. നമുക്ക് നാച്ചുറലി എന്തുണ്ട്, ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതല്ലാതെ അക്വയേർഡ് എന്ന് പറയുന്നത് നമ്മളെന്താണ്, കൃത്രിമമായിട്ട് നമ്മൾ ആർജിക്കുന്നത്, അതായത് വാക്സിൻസ് ഒക്കെ വഴി എടുക്കുന്നതാണ് എന്ത്, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. ഇനി ഇമ്മ്യൂണിറ്റിയുടെ കേസ് പറയുമ്പോൾ നമ്മൾ ലിംഫോസൈറ്റുകളെ കുറിച്ച് പറഞ്ഞു. WBCസിലെ പ്രധാനപ്പെട്ട ലിംഫോസൈറ്റ് 5 ടൈപ്പ് WBCs ഉണ്ട്. ഈസോഫിൽ, ബാസോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇത് ലിംഫോസൈറ്റുകളാണ് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയിൽ നമ്മളെ സഹായിക്കുന്നത്. ലിംഫോസൈറ്റുകൾ മെയിൻലി 2 ടൈപ്പ് ഉണ്ട്, T സെല്ലും B സെല്ലും. ഈ T സെല്ലാണെങ്കിലും B സെല്ലാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിലാണ്, അസ്ഥിമജ്ജയിലാണ്. ഇനി ഇവരെവിടെയാണ് മെച്ചുവർ ആവുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇവരുടെ പേര് വന്നിരിക്കുന്നത്. ഇപ്പോൾ T സെൽ എന്ന് പറയുമ്പോൾ അവർ ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് തൈമസ് ഗ്ലാൻഡ്, നമ്മുടെ ഇവിടെയുള്ള ഒരു തൈമസ് ഗ്ലാൻഡ് നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ അത് ഉണ്ടാവും. നമ്മൾ വലുതാവുന്നതോട് കൂടി എന്താണ്, നമ്മളൊരു യൂത്ത് വലുതാവുന്നതോട് കൂടിയിട്ട് അതിൻ്റെ പ്രവർത്തനമൊക്കെ അത് നിലയ്ക്കും. അങ്ങനെയുള്ളൊരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. അപ്പം തൈമസ് ഗ്ലാൻഡിലാണ് അത് മെച്ചുവർ ചെയ്യുക. അങ്ങനെയുള്ള സെൽസ്, അങ്ങനെയുള്ള ലിംഫോസൈറ്റ്സ് ആണ് T സെൽസ്. B സെൽ എന്ന് പറയുന്നത് ബോൺ മാരോയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബോൺ മാരോയിൽ തന്നെ മെച്ചുവർ ആവും. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസുകൾ നമുക്ക് നോക്കാം കേട്ടോ. T സെൽസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് മെച്ചുവർ ആവണത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് T സെൽസ് ഐഡൻറ്റിഫൈ ആൻറ്റിജൻസ് ആൻഡ് ഡിസ്ട്രോയ് ദം. നമ്മുടേതല്ലാത്ത, നമ്മുടെ ബോഡിയുടേതല്ലാത്ത എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് കയറിയാ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തു അതിനെ കൊന്നു, അത്രയുള്ള ആര് ചെയ്യുക, T സെൽസ് ചെയ്യുക. B സെൽസ് എന്ന് പറയുമ്പോഴോ അതിനെ റെക്കഗ്നൈസ് ചെയ്യും, ഏതാണ് അല്ലെങ്കിൽ ഏത് ആൻറ്റിജൻ ആണെന്ന് അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ അതുപോലെ കൊല്ലും മീൻസ് നശിപ്പിക്കൂട്ടാ. ഇനി T സെൽസ് ആണെങ്കിലോ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യും. B സെൽസ് ആണെങ്കിലോ അവർ ലാർജ് നമ്പർ ഓഫ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവർ ആ ആൻറ്റിബോഡീസ് പോയിട്ടാണ് കൊല്ലുക. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യില്ലാന്ന്, കുറേയൊക്കെ എന്ത് ചെയ്യും, അവിടെ തന്നെ കിടക്കുകയും ചെയ്യും ആൻറ്റിബോഡീസ്. നെക്സ്റ്റ് ടൈം ഇതേപോലെ ഒരു ആൻറ്റിജൻ അറ്റാക്ക് വരുമ്പോൾ എന്താണ്, ബാക്കിയുള്ളവർ അതിനെ പോയിട്ട് ശരിയാക്കും. T സെൽസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3 to 4 years ആണ്. ഇനി B സെൽസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിവ്ഡ് ആണ്. ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസുകൾ. ഇനി നമുക്ക് ഇപ്പോൾ രോഗപ്രതിരോധം പറയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു അസുഖമാണ് എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഫുൾ ഫോം പഠിക്കണം, ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഇനി എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗം, എയ്ഡ്സ് ഉണ്ടാക്കുന്ന രോഗാണുവാണ് എന്ത്, HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതാണ് HIV എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എയ്ഡ്സ് എന്ന് പറഞ്ഞ അസുഖം? എയ്ഡ്സ് എന്ന് പറഞ്ഞ അസുഖം, ഈ വൈറസ് വന്നിട്ട് നമ്മുടെ ലിംഫോസൈറ്റുകളെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് എന്ത് ചെയ്യുക, HIV വൈറസ് ബാധിക്കുക. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് തകരാറിലാക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും. അപ്പോൾ മറ്റസുഖങ്ങൾ വന്നിട്ടാണ് ഒരു എയ്ഡ്സ് രോഗി മരിക്കുക. എങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് പകരുക? ഒന്ന്, സെക്ഷൽ കോണ്ടാക്റ്റ് വഴി പകരാം. ബോഡി ഫ്ലൂയിഡ്സ്, നമ്മൾ ബ്ലഡൊക്കെ, എയ്ഡ്സുള്ള ഒരാളുടെ ബ്ലഡ് നമുക്ക് കയറ്റേണ്ട അവസ്ഥ വന്നു, അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എയ്ഡ്സ് പകരാം. മൂന്നാമത്തേന്ന് പറയുന്നത് എയ്ഡ്സുള്ള ആളെ കുത്തിയ സിറിഞ്ച് വെച്ചിട്ട് അതേ നമ്മളെ കുത്തുക. ഇപ്പം മയക്കുമരുന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരൊക്കെ എങ്ങനെയാണ്, ഒരു സിറിഞ്ചിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവില്ലേ, ഒരാൾ കുത്തി അതന്നെ എടുത്ത് മറ്റവൻ കുത്തണത്. അപ്പോൾ അവൻ്റെ കയ്യിൽ, അവനെ എയ്ഡ്സ് രോഗിയാണെങ്കിൽ പകരും, എയ്ഡ്സ് ഇങ്ങോട്ട് പകരും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ഡ്സ് ഉള്ള ഒരു അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്, ഗർഭസ്ഥ ശിശുവിലേക്ക് ഈ എയ്ഡ്സ് പകരാം. ഇങ്ങനെ 4 ടൈപ്പിൽ മാത്രമാണ് എയ്ഡ്സ് പകരുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ എയ്ഡ്സുള്ള ഒരാളൊന്ന് കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ അയാൾ കഴിച്ച പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു, അയാളുടെ അപ്പോൾ റൂമിൽ കിടന്നു, അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്ത് ടോയ്ലറ്റ് യൂസ് ചെയ്തു, അതുകൊണ്ടൊന്നും നമുക്ക് എന്ത് സംഭവിക്കില്ല, എയ്ഡ്സ് പകരില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാർട്ടിനൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതിലൊന്ന് ഹൈപ്പർ ടെൻഷനാണ്, അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറാണ്. നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്, 120/80 ആണ്. അതിനേക്കാൾ മുകളിൽ പോകുന്ന അവസ്ഥയാണ് എന്ത്, ഹൈപ്പർ ടെൻഷൻ. ഇനി അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ആർട്ടറികളിലൊക്കെ എന്താണ്, കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ബ്ലഡ് ഫ്ലോനെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് എന്ത്, അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആദ്യം എന്താണ്, ആ കൊഴുപ്പുകളൊക്കെ അലിയിച്ച് കളയാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ അതുപോലെയാവും. ഇനി ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ആർട്ടറിയുടെ
ഭിത്തിക്ക് കനം കൂടിയിട്ട് അല്ലെങ്കിൽ കട്ടി കൂടിയിട്ട് എന്ത് ചെയ്യാണ് ബ്ലഡ് ഫ്ലോ പതുക്കെയാവുക. കാരണം അതിൻ്റെ സൈസ് കുറയും, കട്ടി കൂടുമ്പോൾ സൈസ് കുറയും. അപ്പോൾ അതിൽ കൂടെ പതുക്കെ ബ്ലഡ് പോവാം. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റെൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ആർട്ടീരിയോസ്ക്ലീറോസിസ് ചികിത്സിക്കുന്നത്. ഇതിനെ ബലൂണിങ് ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറയും. ഈ അസുഖങ്ങളാണ് ഹാർട്ടിനെ ബാധിക്കുന്നത്. പിന്നെ HIV എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചും കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വായിച്ച് പഠിക്കാം. എളുപ്പമാണ്, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.